ഹായ് എവ്രിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സീക്വൽ അഥവാ എസ് ക്യു എല്ലിനെ കുറിച്ചിട്ട്. അപ്പോൾ എസ് ക്യു എല്ലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചെയ്യുന്നത്. എന്താണ് എസ് ക്യു എൽ? എസ് ക്യു എൽ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റാബേസിൽ ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഡാറ്റാബേസ് എന്താണ് നോക്കുന്നത്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് അതൊരു പ്ലേസ് ആണ്. അതായത് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു പാർട്ടാണ് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറയുന്ന ഒരു കോളം ആണ്. ഓക്കെ, ഒരു ടേബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടേബിളിലെ ഓരോ റോസിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോളം ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോറിൻ കീ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. ഫോറിൻ കീ എന്ന് പറയുന്നത് ടു ടേബിൾസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോറിൻ കീ. പ്രൈമറി കീയുടെ ബേസിസിലായിരിക്കും. അതെ, ഓക്കെ, അതായത് പ്രൈമറി കീയുടെ റഫറൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകുക, ഇത് ചെയ്യുന്നുണ്ടാകുക. എക്സാമ്പിൾ വൈസ് നമുക്ക് എങ്ങനെയാണ് പ്രൈമറി കീ ഫോറിൻ കീ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ 2 ടേബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് കസ്റ്റമർ ടേബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിലെ കസ്റ്റമർ ഐ ഡി, നെയിം, സിറ്റി, ഈ ഡാറ്റാസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ഓർഡേഴ്സ് ടേബിൾ ആണ്. ഇതിൽ വന്നിട്ട് ഓർഡേഡ് ഐ ഡി, കസ്റ്റമർ ഐ ഡി, ഓർഡർ ഡേറ്റ്, എമൗണ്ട് തുടങ്ങിയിട്ട് ഡാറ്റാസുകളും ഉണ്ട്. നമുക്കിതിൽ ഫോറിൻ കീ അതേപോലെ തന്നെ പ്രൈമറി കീ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതില് ഈ ഒരു പ്രൈമറി കീ എന്ന് പറയുന്നത് ഓർഡേഡ് ഐ ഡി എന്ന് പറയുന്ന ഒരു കോളം. അതെങ്ങനെയാ വന്നേന്ന് നോക്കാം. ഈ ഓർഡേഴ്സ് ടേബിളിൽ ഓർഡേഡ് ഐ ഡി ഓരോ ഓർഡറിനെയും സെപ്പറേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഡേഡ് ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി കീ ആണ്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ വാല്യൂസ് എന്തല്ല, റിപ്പീറ്റ് അല്ല, അതായത് നമ്പേഴ്സ് റിപ്പീറ്റ് അല്ല, നൾ വാല്യൂസും ഇല്ല. അപ്പൊ അത് ഈ ഒരു ഓക്കെ, അത് ഈ പ്രൈമറി കീ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റമർ ഐ ഡി ആണ്. ഓക്കെ, അപ്പൊ കസ്റ്റമർ ഐ ഡി എന്ന് പറയുമ്പോൾ ഐ ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോറിൻ കീ എന്ന് പറയുന്നത്. ഉം. അതായത് ഈ ഒരു ഓർഡർ ടേബിളിൽ ഈ കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് ഏത് കസ്റ്റമർ ആണ് ആ ഓർഡർ പ്ലേസ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ടേബിളിലുള്ള കസ്റ്റമർ ഐ ഡിയുമായിട്ട് മാച്ച് ആണ്. ഓക്കെ, അതായത് ഈ ഒരു ഓർഡർ ടേബിളിലെ കസ്റ്റമർ ഐ ഡി എന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റമേഴ്സ് ടേബിളിലെ കസ്റ്റമർ ഐ ഡിയുമായിട്ട് മാച്ച് ആണ്. നമുക്കറിയാം 2 ടേബിൾസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാച്ച് ആയതുകൊണ്ട് ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോറിൻ കീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാല്യൂസ് റിപ്പീറ്റ് ആയിട്ട് ഫോറിൻ കീയിൽ വരും. അതേപോലെ തന്നെ നൾ വാല്യൂസ് ഉണ്ടാവാം. അതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് എങ്ങനെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.